ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തരുതെന്നാണ് നിർദ്ദേശം. എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴ ജില്ലയിൽ ഇല്ല. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ പോലും വേണ്ടത്ര സംവിധാനം ഇവിടെയില്ല. ഈ സാഹചര്യത്തിലാണ് പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് എത്തിയത്. ഇതോടെ ഹൗസ് ബോട്ട് മേഖല ആശങ്കയിലാണ്. ഹൈക്കോടതിയുടെ ജനുവരി 20 ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശപ്രകാരമാണ് തുറമുഖ വകുപ്പ് പരിശോധന കർശനമാക്കുന്നത്. ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മാസത്തിനു ശേഷം ഇത്തരം ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യമില്ലാതെ എങ്ങനെ ഉത്തരവ് പാലിക്കാനാകും എന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ചോദ്യം. നിലവിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ആലപ്പുഴ ജില്ലയിൽ പ്ലാന്റില്ല. ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 6 ബ്ലോക്കിൽ വാങ്ങി നൽകിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രളയത്തിൽ തകരാറിലായി. പിന്നീട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ചേർത്തല ഇൻഫോ പാർക്കിലെ STPയിൽ മാലിന്യം എത്തിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ലോറികളിൽ ശേഖരിച്ച് എറണാകുളം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. കുമരകത്തെ പ്ലാന്റിനെയും ചിലർ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര STP സൗകര്യം ലഭ്യമല്ല. ഇതിനു പുറമെയാണ് വാഷ് ബേസിനിൽ നിന്നും അടുക്കളയിൽ നിന്നുമുള്ള വെള്ളവും സഞ്ചാരികൾ കുളിക്കുന്ന വെള്ളവും ശുദ്ധീകരിക്കണമെന്ന നിർദ്ദേശം എത്തിയത്. നിലവിൽ ഭൂരിഭാഗം ഹൗസ് ബോട്ടുകളിലും ഈ വെള്ളം കായലിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ബയോ ട്രീറ്റ്മെന്റ് സംവിധാനമുള്ള ടാങ്കുകളിൽ വെച്ച് സംസ്കരിച്ച ശേഷം പുറന്തള്ളുന്നവയുമുണ്ട്. കോടതി ഉത്തരവ് തിടുക്കത്തിൽ നടപ്പാക്കാൻ വേണ്ടത്ര സംവിധാനമില്ലെന്നാണ് ഹൗസ് ബോട്ട് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ യാത്രികനും 500 മുതൽ 1000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കും. ഇത് അത്രയും സംഭരിച്ച് സംസ്കരിക്കുക പ്രായോഗികമല്ല. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ STP പ്ലാന്റ് C ബ്ലോക്കിൽ സജ്ജമാക്കുന്നുണ്ട്. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ഇടമാകുമെങ്കിലും വെള്ളം ശേഖരിക്കുക ബുദ്ധിമുട്ടാകും. ഹൗസ് ബോട്ടുകളിൽ തന്നെ ബയോ ട്രീറ്റ്മെന്റ് നടത്തി പുറന്തള്ളുന്ന വെള്ളം പരിശോധിച്ച് ഗുണനിലവാരമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ DTPCയുടെ നേതൃത്വത്തിൽ 7 കിയോസ്കുകളുണ്ടെന്നും ഇവിടങ്ങളിലെത്തി വെള്ളം സംസ്കരിക്കാമെന്നുമാണ് തുറമുഖ വകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.